ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യപാരായണം 29-ാം ദിവസം. ശുഗമുനി പറഞ്ഞു, രാജൻ, സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളുമായി ആത്മാവിന് യാതൊരു വക ബന്ധങ്ങളും ഉണ്ടാവുക വയ്യ. എന്നാൽ ഭഗവത് മായയാൽ ആത്മവസ്തുബന്ധം ഉള്ളതായി കാണപ്പെടുന്നു. മനുഷ്യനും അവൻ്റെ സ്വപ്നസംഗതികളുമായി യാഥാർത്ഥ്യത്തിൽ ബന്ധമില്ലാത്തതുപോലെ നാമവും രൂപവും ഞാൻ, എൻ്റെ എന്ന ഭാവങ്ങളും മായാവലയത്തിനുള്ളിൽ മാത്രമേ ഉള്ളൂ. അവയ്ക്ക് നാമരഹിതമായ അനന്തമായ പരമാത്മാവിനെ തൊടാൻ സാധ്യമല്ല തന്നെ. ഭഗവാൻ സ്വയം സൃഷ്ടികർത്താവിന് വെളിപ്പെടുത്തിയ ഈ സത്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദിയിൽ ബ്രഹ്മാവിന് സൃഷ്ടിക്കാനുള്ള ആഗ്രഹമുണ്ടായപ്പോൾ സ്വയം അതിനുള്ള കഴിവുണ്ടായിരുന്നില്ല. ആഗ്രഹ സബലീകരണത്തിനായി തീവ്രമായി ആലോചിച്ചിരിക്കുമ്പോൾ തപ എന്ന 2 അക്ഷരങ്ങൾ 2 തവണ അശരീരിയായി കേട്ടു. ബ്രഹ്മാവ് ഇത് നിർദ്ദേശമായി കരുതി കഠിനമായ തപസ്സനുഷ്ഠിക്കാൻ തുടങ്ങി. 1000 ദേവവർഷങ്ങൾ തന്നെ അദ്ദേഹം തപസ്സിരുന്നു. ഈ തപസ്സിൻ്റെ ഫലമായി അദ്ദേഹത്തിന് സൃഷ്ടിപ്രക്രിയകൾ മനസ്സിലുളവായി. അതറിവായി സന്യാസിവര്യന്മാരുടെ പോലും പരമധനവത്രേ തപസ്. ബ്രഹ്മാവിൻ്റെ തപസ്സിൽ സന്തുഷ്ടനായ ഭഗവാൻ സ്വപ്രഭാവം അദ്ദേഹത്തിന് വെളിപ്പെടുത്തി. ആ പ്രഭാവ പ്രദേശത്ത് യാതൊരുവിധ കാലുഷ്യങ്ങളോ ഭയമോ ഇല്ല. രജസ്തമോ ഗുണങ്ങളോ സത്വഗുണമോ പോലും അവിടെയില്ല. അവിടെ മായയോ കാലമോ ഇല്ല. ഭഗവത് പാർഷദന്മാർ പോലും ഭഗവാനെ പോലെ തന്നെ ശോഭയാർന്നു കാണപ്പെടുന്നു. എല്ലാവിധ സൽഗുണങ്ങളും ഐശ്വര്യങ്ങളും അവിടെ നിറഞ്ഞിരിക്കുന്നു. സർവാന്തര്യാമിയായി സർവനിയന്താവായി വർത്തിക്കുന്ന ആ പ്രഭാവത്തെയും ശോഭയെയും മനസ്സിൽ നിറച്ച് ബ്രഹ്മാവ് നിലകൊണ്ടു. അപൂർവ ആഭരണങ്ങളണിഞ്ഞ് ഏറ്റവും സുന്ദരമായൊരു സിംഹാസനത്തിൽ ആരൂഢനായി ഐശ്വര്യമഹത്തുക്കളുടെ അകമ്പടിയോടെ ഭഗവാൻ കാണപ്പെട്ടു. 25 പ്രകൃതിശക്തികളാൽ 10 ഇന്ദ്രിയങ്ങൾ, 5 ഭൂതങ്ങൾ, 5 സൂക്ഷ്മഭൂതങ്ങൾ, മനസ്സ്, അഹങ്കാരം, വിശ്വബോധം, പ്രകൃതി, ആത്മാവ് ആ സിംഹാസനം അലങ്കരിച്ചിരുന്നു. ഭഗവാൻ ബ്രഹ്മാവിനോട് പറഞ്ഞു, താങ്കളുടെ തപസ്സിൽ നാം അതീവ സന്തുഷ്ടനായിരിക്കുന്നു. മനുഷ്യൻ്റെ ധാർമ്മികമായ പ്രവർത്തനങ്ങൾ എൻ്റെ ദൃഷ്ടിയിൽ പര്യവസാനിക്കുന്നു. തപസ് എൻ്റെ ഹൃദയമാണ്. തപസ്സിൻ്റെ ആത്മാവ് തന്നെ ഞാനാകുന്നു. ഈ തപസ്സിൻ്റെ ഫലമായാണ് ഞാൻ വിശ്വം സൃഷ്ടിക്കുന്നത്. ഇതേ തപസ്സിനാൽ ഞാൻ വിശ്വത്തെ പരിരക്ഷിച്ച അവസാനം എന്നിലേക്ക് വിലയിപ്പിക്കുന്നു. എൻ്റെ ശക്തി തപസ്സിലടങ്ങിയിരിക്കുന്നു. ശരിയായ തപസ്സിനാൽ ഞാൻ സംപ്രീതനാവുന്നു. കള്ളത്തരത്തിൽ പ്രവർത്തിക്കുന്ന യോഗിക്ക് എന്നെ പ്രീതിപ്പെടുത്തുവാൻ കഴിയില്ല. ബ്രഹ്മദേവ, താങ്കൾക്ക് ആവശ്യമുള്ള വരം ആവശ്യപ്പെട്ടാലും എല്ലാ ആഗ്രഹങ്ങളും നൽകാൻ കഴിയുന്നവനാണ് ഞാൻ എന്നറിയുക. ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യപാരായണം 29-ാം ദിവസം സമാപ്തം.